ഈ സ്ക്രിപ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇത് സിനിമയാക്കാമെന്ന് കൺവിക്ഷനോടുകൂടി ഇറങ്ങുന്നൊരു ഡയറക്ടറും അതിൽ പൈസ ഇടാമെന്ന് പറയുന്ന പ്രൊഡ്യൂസറുമാണ് ശരിക്കും മലയാള സിനിമയിൽ മാറ്റം കൊണ്ടുവരുന്നത്. എന്നെ പോലെയുള്ള ആക്ടേഴ്സ് അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ അതിനകത്ത് ജോയിൻ ചെയ്യുന്ന ബാക്കി ടെക്നീഷ്യൻസ് ഒക്കെ ഒരുപക്ഷെ ലോക്കായതിനു ശേഷം ജോയിൻ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം അങ്ങനത്തെ ഒരു മാറ്റത്തിൻ്റെ ഭാഗമാകാൻ പറ്റുന്നു എന്നുള്ളതാണ് ഞാൻ ആക്ച്വലി ഇതിൽ നോക്കിക്കാണുന്നത്. ആ മാറ്റത്തിനെ വ്യക്തിപരമായിട്ട് എങ്ങനെയാണ് കാണുന്നത്? വളരെ നല്ലത്. ഈ മാറ്റം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ഇരുന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നതും എനിക്കിവിടെ ഒരു സ്പേസ് ഉണ്ടാക്കി തന്നതും ഈ മാറ്റമാണ്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എന്താ പറയുക, നമ്മൾ ലൈഫ് ലോങ് കൊണ്ട് നടന്ന ഒരു കാര്യം നമുക്ക് അത് യാഥാർത്ഥ്യമാവുക, അതൊക്കെ എന്നെങ്കിലും നടക്കുമെന്ന് പോലും ചിന്തിക്കാതിരുന്ന കാര്യങ്ങളൊക്കെ നടത്തി തന്നത് ഈ പറയുന്ന മാറ്റങ്ങളും അങ്ങനെ ചിന്തിക്കുന്ന മേക്കേഴ്സും ഒക്കെ ഉള്ളതുകൊണ്ടാണ്. സോ എനിക്ക് ഐ എം ജസ്റ്റ് ലക്കി, ഐ എം അറ്റ് ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം. ചിന്നു മുന്നേ അഭിനയിച്ചിട്ടുള്ള സിനിമകളെല്ലാം തന്നെ ഒരു സോഷ്യൽ കോസിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ളതാണ്. ഇപ്പം അവസാനം വന്ന വിശേഷമാണെങ്കിൽ പോലും അത് ചർച്ചയാവുന്നത് തന്നെ ആ ഒരു ക്യാരക്ടർ സെലക്ഷന് കൊണ്ടും ഒക്കെയാണ്. കൂടുതൽ സെലക്റ്റീവ് ആവുന്നു, കൂടുതൽ ഡെപ്ത് ഫീൽ ചെയ്യുന്ന രീതിയിൽ തിരഞ്ഞെടുപ്പുകൾ ഉണ്ടാവുന്നു. ഈ തിരഞ്ഞെടുപ്പുകൾ തന്നെയാണ് ഈ സിനിമയെ ഇവോൾവ് ചെയ്യിക്കുന്നത് എന്ന് തോന്നിയിട്ടുണ്ടോ? ആക്ച്വലി എനിക്ക് തോന്നുന്നു ആക്ടർ എന്ന് പറയുന്നത് ഒരു സിനിമയുടെ ഏറ്റവും ലാസ്റ്റ് ജോയിൻ ആവുന്ന ഒരു കോമ്പണൻ്റ് ആണ്. അതിനു മുമ്പ് ഇങ്ങനൊരു ഐഡിയ ഉണ്ടാവുകയും അത് സ്ക്രിപ്റ്റ് ആക്കാമെന്ന് തീരുമാനിക്കുന്ന സ്ക്രിപ്റ്റ് റൈറ്റർ മുതൽ അദ്ദേഹം കാണുന്ന ഡയറക്ടർ അത് ഓക്കെ ഇത് ഈ സ്ക്രിപ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇത് സിനിമയാക്കാമെന്ന് കൺവിക്ഷനോടുകൂടി ഇറങ്ങുന്നൊരു ഡയറക്ടറും അതിൽ പൈസ ഇടാമെന്ന് പറയുന്ന പ്രൊഡ്യൂസറുമാണ് ശരിക്കും മലയാള സിനിമയിൽ മാറ്റം കൊണ്ടുവരുന്നത്. എന്നെ പോലെയുള്ള ആക്ടേഴ്സ് അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ അതിനകത്ത് ജോയിൻ ചെയ്യുന്ന ബാക്കി ടെക്നീഷ്യൻസ് ഒക്കെ ഒരുപക്ഷെ ലോക്കായതിനു ശേഷം ജോയിൻ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം അങ്ങനത്തെ ഒരു മാറ്റത്തിൻ്റെ ഭാഗമാകാൻ പറ്റുന്നു എന്നുള്ളതാണ് ഞാൻ ആക്ച്വലി ഇതിൽ നോക്കിക്കാണുന്നത്. ആ മാറ്റത്തിനെ വ്യക്തിപരമായിട്ട് എങ്ങനെയാണ് കാണുന്നത്? വളരെ നല്ലത്. ഈ മാറ്റം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ഇരുന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നതും എനിക്കിവിടെ ഒരു സ്പേസ് ഉണ്ടാക്കി തന്നതും ഈ മാറ്റമാണ്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എന്താ പറയുക, നമ്മൾ ലൈഫ് ലോങ് കൊണ്ട് നടന്ന ഒരു കാര്യം നമുക്ക് അത് യാഥാർത്ഥ്യമാവുക, അതൊക്കെ എന്നെങ്കിലും നടക്കുമെന്ന് പോലും ചിന്തിക്കാതിരുന്ന കാര്യങ്ങളൊക്കെ നടത്തി തന്നത് ഈ പറയുന്ന മാറ്റങ്ങളും അങ്ങനെ ചിന്തിക്കുന്ന മേക്കേഴ്സും ഒക്കെ ഉള്ളതുകൊണ്ടാണ്. സോ എനിക്ക് ഐ എം ജസ്റ്റ് ലക്കി, ഐ എം അറ്റ് ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം. ഓക്കെ. ഈ കഥാപാത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സോഷ്യൽ കോസ് വരുന്നുണ്ട്. പക്ഷെ ഇത് എപ്പോഴെങ്കിലും ഒരു എക്സ്പെക്റ്റേഷൻ്റെ ഭാഗമായിട്ട് തോന്നുന്നുണ്ടോ? അതായത് ചിന്നു ചാന്ദിനി അഭിനയിക്കുന്ന ചിത്രമാണ്, ഇതിന് ഇത്രയും റെലവൻസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇന്ന തരത്തിലായിരിക്കണം അത് ഫ്രെയിം ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ ആളുകളിൽ ഉണ്ടാവുന്നു, അതൊരു ഭാരമായിട്ട് തോന്നുന്നു. അങ്ങനത്തെ സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇത്ര നാളില്ലായിരുന്നു, ഇപ്പം ചെറുതായിട്ട്. ഇപ്പം ആക്ച്വലി ഞാൻ കുറച്ചധികം ഈ പറയുന്ന ഇൻ്റർവ്യൂസിന് ഇരിക്കുമ്പോൾ ഞാൻ കോമൺ ആയിട്ട് കേൾക്കുന്ന ക്വസ്റ്റ്യനിൽ ഒന്നാണിത്. അപ്പോൾ അത് ചിലപ്പോൾ എനിക്ക് ഭയങ്കര പേടി തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട്, കേൾക്കാൻ ഇഷ്ടപ്പെട്ട്, കാണാൻ ഇഷ്ടപ്പെട്ട്, ആ കഥാപാത്രങ്ങളൊക്കെ അഭിനയിച്ചാൽ എനിക്ക് ഒരുപാട് ആഗ്രഹം തോന്നി ചെയ്ത സിനിമകളാണ്. താനാരെയും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ ഞാൻ ചെയ്ത ബാക്കി സിനിമകളെ വെച്ച് നോക്കുമ്പോൾ ഒരു സോഷ്യൽ റെലവൻസ് ഒന്നും ഇല്ലാത്ത, അങ്ങനത്തെ യാതൊരു ചിന്തയോ എന്താ പറയുക ഡിസ്കഷനോ ഇല്ലാത്തൊരു സിനിമയാണ് താനാര്. അപ്പം അതൊരു കോമഡി സിനിമയാണ്, ഞാൻ ഒരിക്കലും അറ്റംപ്റ്റ് ചെയ്യാത്തൊരു ജോണറാണ്. അപ്പോൾ ആസ് എൻ ആക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹം വന്ന് ഞാൻ ചെയ്തൊരു കാര്യമാണ്. അപ്പം ഈ പറയുന്ന ചില സമയങ്ങളിൽ എനിക്ക് ഒബ്വിയസ്ലി നമുക്ക് അങ്ങനത്തെ റെലവെൻ്റ് ആയിട്ടുള്ള സ്റ്റോറികളുടെ ഭാഗമാകണം. ദാറ്റ് ഈസ് വാട്ട് ഐ വോണ്ട് ടു ഡു എവറി ഡേ. പക്ഷേ അതൊരു എക്സ്പെക്റ്റേഷനായിട്ട് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ മീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പേടി ഇടയ്ക്കിടയ്ക്ക് വരും.